വെൽക്കം ടു ഇംഗ്ലീഷ് ലോഞ്ച്. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് ഏറ്റവും സിമ്പിൾ ആൻഡ് ഈസി ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ദിസ് ആൻഡ് ദാറ്റ്. കുഞ്ഞു ക്ലാസ്സിലെ നമ്മൾ പഠിക്കുന്നതാണല്ലേ ദിസും ദാറ്റും. സോ ഇന്നത്തെ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ദിസിനെയും ദാറ്റിനെയും കുറിച്ചാണ്. സോ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ദിസിനെയും ദാറ്റിനെയും കുറിച്ച് പറയുന്നതിന് മുമ്പ് ഇവരെ ഏത് കാറ്റഗറിയിലാണ് വരുന്നതെന്ന് നമുക്ക് അറിയണം അല്ലേ. ദിസും ദാറ്റും എന്ന് പറയുന്നത് പ്രൊനൗൺസ് ആണ്. നമുക്കറിയാം പ്രൊനൗൺസ് എന്ന് പറയുന്നത് ഡിഫറെന്റ് പാർട്സ് ഓഫ് സ്പീച്ചിൽ വരുന്ന ഒരാളാണ് നമ്മുടെ പ്രൊനൗൺസ്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് 8 പാർട്സ് ഓഫ് സ്പീച്ച് ആണ് ഉള്ളത്. ഏതൊക്കെയാണ്? നൗണ്, പ്രൊനൗൺസ്, വെർബ്സ്, അഡ്ജക്റ്റീവ്സ്, ആഡ്വേർബ്സ്, പ്രിപ്പോസിഷൻസ്, കൺജങ്ഷൻസ്, ഇന്റർജങ്ഷൻസ്. അങ്ങനെ ഡിഫറെന്റ് പാർട്സ് ഓഫ് സ്പീച്ച് എന്ന ഫാമിലിയിൽ വരുന്ന ഒരാളാണ് പ്രൊനൗൺസ് എന്ന് പറയുന്നത്. ഓൾറെഡി നമ്മൾ പ്രൊനൗൺസിനെ കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. കാണാത്തവർ ആ വീഡിയോ കണ്ടതിന് ശേഷം വരിക. അപ്പൊ അതിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു നമുക്ക് ടോട്ടൽ 9 പ്രൊനൗൺസ് ആണ് പഠിക്കാനുള്ളത്. 9 ടൈപ്സ് ഓഫ് പ്രൊനൗൺസ് ആണ് ഉള്ളത്. അതിൽ ഓൾറെഡി പേഴ്സണൽ പ്രൊനൗൺസിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തു അല്ലെ. പ്രൊനൗൺസ് എന്ന് പറയുന്ന അറിയാലോ, നൗൺ ഇല്ലെങ്കിൽ നൗണിന് പകരം ഉപയോഗിക്കുന്ന വേർഡ്സിനെയാണ് പ്രൊനൗൺസ് എന്ന് പറയുന്നത്. ഇപ്പൊ സീനെ ആണെങ്കിൽ നമുക്ക് അവിടെ ഷീ യൂസ് ചെയ്യാം, റാം ആണെങ്കിൽ ഹി യൂസ് ചെയ്യാം, ലൈഫ്ലെസ് തിങ്സ് ആണെങ്കിൽ നമുക്ക് അവിടെ ഇറ്റ് യൂസ് ചെയ്യാം. ഇതെല്ലാം പേഴ്സണൽ പ്രൊനൗൺസ് ആണ്. ഇതില്ലാതെ ചൂണ്ടിക്കാണിക്കാൻ യൂസ് ചെയ്യുന്ന കുറച്ച് പ്രൊനൗൺസ് ഉണ്ട്. അതൊന്നെങ്കിൽ ഒരു പേഴ്സൺ ആകാം, തിങ് ആകാം. പോയിന്റ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ചൂണ്ടിക്കാണിക്കാൻ യൂസ് ചെയ്യുന്ന പ്രൊനൗൺസിനെയാണ് ഡെമോൺസ്ട്രേറ്റീവ് പ്രൊനൗൺസ് എന്ന് പറയുന്നത്. ഈ ദിസ്, ദാറ്റ്, ദീസ്, ദോസ് ഇതെല്ലാം എന്ന് പറയുന്നത് ഡെമോൺസ്ട്രേറ്റീവ് പ്രൊനൗൺസ് ആണ്. എന്താണ് ഡെമോൺസ്ട്രേറ്റീവ് പ്രൊനൗൺസ്? ഒരു പേഴ്സൺ, ഒരു തിങ്, ഒരു ആനിമൽ ഇതിനെയൊക്കെ ചൂണ്ടിക്കാണിക്കാൻ വേണ്ടിയിട്ട് പോയിന്റ് ഔട്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്ന പ്രൊനൗൺസ് ആണ് ഡെമോൺസ്ട്രേറ്റീവ് പ്രൊനൗൺസ്. അപ്പൊ ഇത്രയും നിങ്ങൾക്ക് ക്ലിയർ ആയല്ലോ. ഇനി നമുക്ക് നമ്മുടെ ദിസിലും ദാറ്റിലോട്ട് വരാം. ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ദിസ് ആണ്. മലയാളത്തിൽ നമ്മൾ പറയാറുണ്ടല്ലേ ഇത്, അത്, അവ, ഇതൊക്കെ എന്ന് നമ്മൾ പറയാറുണ്ട്. ഇതെല്ലാം പോയിന്റ് ഔട്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്നതല്ലേ. ഇതുപോലെ ഇംഗ്ലീഷിൽ യൂസ് ചെയ്യുന്ന ആൾക്കാരാണ് ഡെമോൺസ്ട്രേറ്റീവ് പ്രൊനൗൺസ്. അതിൽ ദിസ് എന്ന് പറയുന്നത് ഇത് എന്നൊരർത്ഥത്തിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇപ്പൊ മലയാളത്തിൽ നമ്മൾ പറയാണ് ഇതെന്റെ വീടാണ്, ഇതെന്റെ ഫാദർ ആണ്, ഇതെന്റെ ടീച്ചറാണ്. അപ്പം ഇത് എന്ന് നമ്മൾ മലയാളത്തിൽ പറയും. ഇംഗ്ലീഷിൽ വരുമ്പോൾ ഇവിടെ യൂസ് ചെയ്യുന്ന പ്രൊനൗൺ ആണ് ദിസ് എന്ന് പറയുന്നത്. ദിസ് നമ്മൾ യൂസ് ചെയ്യുന്ന ശ്രദ്ധിച്ചോണേ, സിംഗുലർ ആയിട്ട് വരുന്ന നിയർ ഒബ്ജക്ട്സിനെ കാണിക്കാനാണ് ദിസ് യൂസ് ചെയ്യുന്നത്. ഇതിന്റെ മലയാള മീനിങ് എന്ന് പറയുന്നത് ഇത് അല്ലെ. തൊട്ടടുത്തുള്ള സിംഗുലർ ആയിട്ടുള്ള ഒബ്ജക്ട്സിനെ ചൂണ്ടിക്കാണിക്കാൻ യൂസ് ചെയ്യുന്ന ഡെമോൺസ്ട്രേറ്റീവ് പ്രൊനൗൺ ആണ് ഏത്? ദിസ്. ഇവിടെ കുറച്ച് എക്സാമ്പിൾസ് ഉണ്ട്, നമുക്ക് നോക്കാം. ആദ്യത്തെ നോക്കിക്കേ, ദിസ് ഈസ് മൈ പെൻ. ഇത് എന്റെ പേനയാണ്. പെൻ എന്ന് പറയുന്നത് നമുക്കറിയാം സിംഗുലർ ആണ്. പെൻസ് എന്നല്ലല്ലോ പറയുന്നത്, പെൻ എന്നല്ലേ പറയുന്നത്. പേന അടുത്തായിരിക്കും ഇരിക്കുന്നത് അല്ലെ. നമ്മൾ പറയാണ് പേന എടുത്തിട്ട് ഇത് എന്റെ പേനയാണ് അല്ലെ. അപ്പം ഇതെന്നല്ലേ ഞാൻ പറയുന്നത്. അപ്പൊ ഇത് എന്ന് ഇംഗ്ലീഷിൽ എങ്ങനെയാ പറയാ? ദിസ് അല്ലെ. സിംഗുലർ ആയിട്ട് തൊട്ടടുത്തുള്ള ഒബ്ജക്റ്റിനെ കാണിക്കുന്നത്. അടുത്തത് ദിസ് ഈസ് മൈ ടീച്ചർ. ടീച്ചർ അടുത്തായിരിക്കും ഇരിക്കുക. നമ്മൾ ടീച്ചറിനെ പരിചയപ്പെടുത്തത്തില്ലേ, ഇതെന്റെ ടീച്ചറാണ് കേട്ടോ. ഇത് എന്നല്ലേ നമ്മൾ പറയുന്നത്. ടീച്ചർ തൊട്ടടുത്ത് തന്നെ ഉണ്ട്. ടീച്ചർ സിംഗുലർ ആണ്. പറയുന്നത് എങ്ങനെയാണ്? ദിസ് ഈസ് മൈ ടീച്ചർ അല്ലെ. ഇവിടെയും ദിസ് ആണ് യൂസ് ചെയ്തത്. അതുപോലെ ദിസ് ഈസ് മിസ്റ്റർ ജോൺസ് ഹൗസ്. ഇത് മിസ്റ്റർ ജോണിന്റെ വീടാണ്. നമ്മൾ ആ വീടിന്റെ അടുത്തെത്തുമ്പോഴായിരിക്കും പറയാ ഇതില്ലേ ഇത് ജോണിന്റെ വീടാണ്. ഇവിടെയും നമ്മൾ ഇത് എന്നല്ലേ മലയാളത്തിൽ പറയാ. ഇംഗ്ലീഷിൽ എങ്ങനെയാ പറയാ? ദിസ് ഈസ് മിസ്റ്റർ ജോൺസ് ഹൗസ് അല്ലെ. ജോണ് ഒരാളെ കുറിച്ചല്ലേ പറയുന്ന. ജോണിന്റെ വീട് സിംഗുലർ ആണ്. നിയർ ആ വീടിന്റെ ഒക്കെ അടുത്ത് വരുമ്പോഴാണ് പറയുന്നത് ഇത് ജോണിന്റെ വീടാണ്. സോ എന്ത് യൂസ് ചെയ്യാം? ദിസ് യൂസ് ചെയ്യാം. ദിസ് ഈസ് എ ബുക്ക്. ഇതൊരു പുസ്തകമാണ്. ബുക്ക് എടുത്ത് നമ്മൾ പറയില്ലേ ഇതൊരു പുസ്തകമാണ്, ഇതൊരു പേനയാണ്. ഇംഗ്ലീഷിൽ എങ്ങനെ പറയാ? ദിസിന് പകരം ഇതിന് പകരം ദിസ് യൂസ് ചെയ്യാ. ദിസ് ഈസ് എ ബുക്ക്, ദിസ് ഈസ് എ കാർ. ബുക്കും കാറും എന്നൊക്കെ പറയുന്നത് സിംഗുലർ ആണ് അല്ലെ. ബുക്സ് അഥവാ കാസ് എന്നല്ല പറയാ, ബുക്കും കാറും. ഇതൊരു കാറാണ് കേട്ടോ. കാറ് ചിലപ്പോൾ അടുത്തായിരിക്കും ഇരിക്കുക, അല്ലെങ്കിൽ അടുത്ത് പോവുകയായിരിക്കും. നമ്മൾ പറയുന്നത് എന്താണ്? ഇതൊരു കാറാണ്. ഇത് എന്നാണ് പറയുന്നത്. സോ മലയാളത്തില് ഇത് എന്ന് നമ്മൾ പറയും. ഇംഗ്ലീഷിൽ വരുമ്പോൾ തൊട്ടടുത്തുള്ള സിംഗുലർ ആയിട്ട് വരുന്ന ഒബ്ജക്ട്സിനെ ചൂണ്ടിക്കാണിക്കാൻ യൂസ് ചെയ്യുന്ന പ്രൊനൗൺ ആണ് ദിസ് എന്ന് പറയുന്നത്. അപ്പൊ ദാറ്റ് എന്തിനായിരിക്കും യൂസ് ചെയ്യുക? നമുക്ക് ദാറ്റിനെ പരിചയപ്പെട്ടാലോ. സോ അടുത്തതെന്ന് പറയുന്നത് ദാറ്റ് ആണ്.
ദിസ് നമ്മൾ തൊട്ടടുത്തുള്ള സിംഗുലർ ഒബ്ജക്റ്റിനെ പോയിന്റ് ഔട്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്നുവെങ്കിൽ ദാറ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത് കുറച്ച് അകലെയുള്ള സിംഗുലർ ആയിട്ടുള്ള ഒബ്ജക്ട്സിനെ ചൂണ്ടിക്കാണിക്കാൻ വേണ്ടിയിട്ടാണ് ദാറ്റ് യൂസ് ചെയ്യുന്നത്. ദിസ് തൊട്ടടുത്തുള്ള സിംഗുലർ ഒബ്ജക്റ്റ് ആണെങ്കിൽ ദാറ്റ് കാണിക്കുന്നത് എന്താണ്? യൂസ് ടു റെഫർ സിംഗുലർ ഫാർ ഒബ്ജക്റ്റ്, കുറച്ച് അകലെയുള്ള സിംഗുലർ ഒബ്ജക്ട്സിനെ ചൂണ്ടിക്കാണിക്കാനാണ് ദാറ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത്. മലയാളത്തില് അത് എന്നാണ് നമ്മൾ പറയുന്നത്. മലയാളത്തിൽ നമ്മൾ പറയത്തില്ലേ, അതാണ് എൻ്റെ വീട്, അതാണ് എൻ്റെ അങ്കിള്. അത് എന്ന് പറയുമ്പോൾ കുറച്ച് ഫാർ ആയിട്ടുള്ള കാര്യങ്ങളെയാണ് ചൂണ്ടിക്കാണിക്കുന്നത് അല്ലേ. മലയാളത്തിൽ നമ്മൾ അതെന്ന് പറയും. ഇംഗ്ലീഷിൽ നമ്മൾ പറയുന്നത് എന്താണ്? ദാറ്റ്. ഇവിടുത്തെ കുറച്ച് എക്സാമ്പിൾസ് ശ്രദ്ധിച്ചോ. ദാറ്റ് ഈസ് എ പെൻ, അത് ഒരു പേനയാണ്. ഇത് എന്ന് പറയുകയാണെങ്കിൽ പേന അടുത്താണ് ഉള്ളത് അല്ലേ. ഇവിടെ ഞാൻ പറയുന്നത് അത് ഒരു പേനയാണ്. അത് എന്ന് പറയുമ്പോൾ ഫാറിനെ അല്ലേ കാണിക്കുന്നത്, കുറച്ച് അകലെയുള്ള ഒരു ഒബ്ജക്റ്റിനെ അല്ലേ കാണിക്കുന്നത്. ഇവിടെ പെൻ എന്ന് പറയുന്ന സിംഗുലർ അല്ലേ, പെൻസ് എന്നല്ലല്ലോ പറയുന്നത്. അത് എന്ന് പറയുമ്പോൾ ഈ പേന കുറച്ച് അകലെയാണ് കാണിക്കുന്നത്. ദാറ്റ് ഈസ് എ പെൻ. ദാറ്റ് ഈസ് മൈ ഇംഗ്ലീഷ് ടീച്ചർ, അതാണ് എൻ്റെ ഇംഗ്ലീഷ് ടീച്ചർ. ചിലപ്പോൾ ടീച്ചർ അങ്ങോട്ട് കുറച്ച് അകലെ പോകുന്നുണ്ടായിരിക്കും. നമ്മൾ ചൂണ്ടിക്കാണിച്ചിട്ട് പറയില്ലേ, ദേ അതാണ് എൻ്റെ ഇംഗ്ലീഷ് ടീച്ചർ. ഇംഗ്ലീഷ് ടീച്ചർ എന്ന് പറയുമ്പോൾ സിംഗുലർ സബ്ജക്റ്റ് ആണല്ലേ, സിംഗുലർ ആയിട്ട് വരുന്ന പേഴ്സൺ ആണ്. ടീച്ചറിനെ റെഫർ ചെയ്യാൻ, ചൂണ്ടിക്കാണിക്കാൻ, അകലെയുള്ള ഒരു വ്യക്തിയെ ചൂണ്ടിക്കാണിക്കാൻ നമ്മൾ എന്ത് യൂസ് ചെയ്തു? ദാറ്റ് നമ്മൾ യൂസ് ചെയ്തു. ദാറ്റ് ഈസ് മേരീസ് ലാമ്പ്, അത് മേരിയുടെ ലാമ്പാണ്. നമ്മൾ ചൂണ്ടിക്കാണിച്ചിട്ട് പറയും, ദേ ആ പോകുന്നില്ലേ, അത് മേരിയുടെ ലാമ്പാണ്. ദിസ് ഈസ് മേരീസ് ലാമ്പ് എന്ന് പറയുകയാണെങ്കിൽ ആ ലാമ്പ് നമ്മുടെ അടുത്ത് തന്നെ ഉണ്ടല്ലേ. ഇത് മേരിയുടെ ലാമ്പാണ്, അത് മേരിയുടെ ലാമ്പാണെന്ന് നമ്മൾ ഇംഗ്ലീഷിൽ എങ്ങനെയാ പറയാ? ദാറ്റ് ആണ് യൂസ് ചെയ്യേണ്ടത്. മേരീസ് ലാമ്പ് സബ്ജക്റ്റ് സിംഗുലർ ആണ്. അപ്പം സിംഗുലർ സബ്ജക്റ്റിനെ ചൂണ്ടിക്കാണിക്കാൻ നമ്മൾ ഫാർ സിംഗുലർ സബ്ജക്റ്റിനെ ചൂണ്ടിക്കാണിക്കാൻ ഏതാ യൂസ് ചെയ്യുക? ദാറ്റ് യൂസ് ചെയ്തു. ദാറ്റ് ഈസ് മൈ അങ്കിൾ, അത് എൻ്റെ അങ്കിളാണ്. കണ്ടോ, മലയാളത്തിൽ അതെന്നല്ലേ പറയുക, ഇംഗ്ലീഷിൽ എന്താ പറയുന്നത്? ദാറ്റ്. അങ്കിള് സിംഗുലർ അല്ലേ, അവിടെ ആ പോകുന്നില്ലേ, അതാണ് എൻ്റെ അങ്കിൾ അല്ലേ, ഫാറായിട്ടുള്ള ഒരാളെ ചൂണ്ടിക്കാണിക്കുകയല്ലേ. അടുത്തത് ദാറ്റ് ഈസ് എ ബുക്ക്, അതൊരു ബുക്കാണ് അല്ലേ. ബുക്ക് അവിടെ ആയിരിക്കും ഇരിക്കുക, നമ്മൾ പറയത്തില്ലേ അത് ഒരു ബുക്കാണ്. അപ്പൊ മലയാളത്തിൽ നമ്മൾ അതെന്ന് പറയും, ഇംഗ്ലീഷിൽ നമ്മൾ പറയുന്നത് എന്താണ്? ദാറ്റ്. ബുക്ക് എന്ന് പറയുന്ന സിംഗുലർ അല്ലേ. കണ്ടോ, അപ്പൊ സിംഗുലർ ഫാർ ഒബ്ജക്റ്റിനെ റെഫർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? ദാറ്റ് യൂസ് ചെയ്യുന്നത്. ദിസ് നമ്മൾ യൂസ് ചെയ്യുന്നത് സിംഗുലർ നിയർ ഒബ്ജക്റ്റിനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് ഞങ്ങൾക്കൊന്ന് എഴുതി കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, അപ്പം ദിസ് നമ്മൾ യൂസ് ചെയ്യുന്നത് സിംഗുലർ നിയർ ഒബ്ജക്ട്സിനെ കാണിക്കാനാണെങ്കിൽ ദാറ്റ് യൂസ് ചെയ്യുന്നത് സിംഗുലർ ഫാർ ഒബ്ജക്ട്സിനെ കാണിക്കാനാണ്. തൊട്ടടുത്തുള്ള സിംഗുലർ ഒബ്ജക്ട്സിനെ ചൂണ്ടിക്കാണിക്കാൻ ദിസ് യൂസ് ചെയ്യുന്നു. കുറച്ച് അകലെയുള്ള ഫാർ ആയിട്ടുള്ള സിംഗുലർ ഒബ്ജക്ട്സിനെ ചൂണ്ടിക്കാണിക്കാൻ ദാറ്റ് യൂസ് ചെയ്യുന്നു. ദിസ് എന്ന് വെച്ചാൽ മലയാളത്തില് ഇത്, ഇതെന്റെ അങ്കിളാണ്, ഇതെന്റെ ടീച്ചറാണ്, ഇതെന്റെ വീടാണ്. ദാറ്റ് എന്ന് വെച്ചാൽ മലയാളത്തില് അത്. ഇത് രണ്ടും പോയിന്റ് ഔട്ട് ചെയ്യാൻ, ചൂണ്ടിക്കാണിക്കാനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പോയിന്റ് ഔട്ട് എ പേഴ്സൺ, ആനിമൽ or a thing. To point out a person, animal or thing. അപ്പോൾ വളരെ എളുപ്പമല്ലേ ഈ ദിസും ദാറ്റും. സോ ഇന്നത്തെ സെഷൻ നിങ്ങൾക്ക് വളരെ ഈസി ആയി മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കോമന്റ് ചെയ്യാം, ഞാൻ ആൻസർ ചെയ്യുന്നതാണ്. അടുത്ത സെഷനായിട്ട് കാണുന്നത് വരെ ഇറ്റ്സ് മീ രേഷ്മ. താങ്ക് യു.